ഹലോ. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളി വൈകിട്ട് പ്രദക്ഷിണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ അതേ വണ്ടിയിൽ CLC-ക്കാർ ടാബ്ലോ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ റെഡി ആവണുള്ളൂ. ലൈറ്റും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ നോക്കണുള്ളൂ. ഈശോ നോക്കിയിട്ട് ഓക്കെ ഓൾ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു തമ്പൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പരിഹാര പ്രദക്ഷിണമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ പോയി. അതിനുശേഷം നമ്മൾ നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. അവർ തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് പിയാത്ത സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അതേപോലെ വ്ളോഗ് എടുക്കുന്നതിനിടയിൽ ക്രിസ്റ്റി ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ ഡേയ്സൺ ചേട്ടൻ വന്നിട്ട് എനിക്കൊരു കൈ തന്നു. പക്ഷേ എന്നെ ചതിച്ചത് മണ്ണാക്കാനായിരുന്നു. ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ മാതാവും സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് ആയം പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർ മാതാവിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇരിക്കാനായിട്ട് കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. അത് വീഴാണ്ടും കറക്റ്റായിട്ട് വെക്കാനൊക്കെ ആയിട്ട് ചേട്ടന്മാർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എല്ലാതും അവർ നമുക്ക് ശരിയാക്കി തരും. അപ്പോൾ ക്രിസ്റ്റി ചേട്ടൻ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഓക്കെ വീഴൊന്നുമില്ല എല്ലാം ഓക്കെയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ നോക്കാൻ പറഞ്ഞപ്പോൾ അവർ നോക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ മാതാവിൻ്റെ മേത്ത് മണ്ണാക്കാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് മണ്ണാക്കിക്കൊണ്ടിരിക്കും. മാതാവ് കണ്ട അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു അഹങ്കാരവും ഇല്ല. മാതാവിൻ്റെ അനീതിക്കാണ് അത്രയും നല്ല ഉത്സാഹം മണ്ണാക്കാനായിട്ടാണ്. രണ്ട് അനീതിമാരും മാതാവിൻ്റെ മേത്ത് മണ്ണാക്കാനായിട്ട് നല്ല ഉത്സാഹത്തിലുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് ഞങ്ങളിവിടെ കൊണ്ടുപോയിരുത്തി. പിന്നെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഉണങ്ങണ കാരണം നമുക്ക് നനച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര ഷിവറിങ്ങും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാവം ഒരുപാട് നേരം ഈ മണ്ണിൽ തന്നെ കുറേ നേരം നിന്നു. അവസാനം തിരിച്ച് ഇതൊക്കെ കഴുകിയപ്പോൾ നല്ല വെളുപ്പുണ്ടായിരുന്നു. മഡ് ഫേഷ്യൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എല്ലാവർക്കും. പിന്നെ പോയവരൊക്കെ തിരിച്ച് വന്നു. അതിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് വരെ ആൾക്കാർ എത്താനായിട്ട് ഒരുപാട് സമയമൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ സൈഡിൽ നമ്മുടെ ഈ ടാബ്ലോയും അപ്പുറത്തെ പിയാത്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഈ പോണ വഴിക്ക് തന്നെ അത് നോക്കുന്നുണ്ടായിരുന്നു. പിയാത്തിയും ടാബ്ലോ അവരുടെ കൂടെ പോയിട്ട് തിരിച്ച് വന്നതാണ്. അതിന് ആശീർവാദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പള്ളിയിൽ കയറുകയാണ്. അതിനുശേഷം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് അത്യാവശ്യം നേരം അവർ ആ ഒരു പോസിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ.